കർത്താവിന് സ്തോത്രം. Praise be to God. ബഹുമാന്യരായ ദൈവദാസന്മാർ, The respected servants of God present here. വിശേഷാൽ ചർച്ച് ഓഫ് ഗോഡ് പ്രസ്ഥാനത്തിന് ഇവിടെ നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോ കുര്യൻ, അദ്ദേഹത്തിൻ്റെ കുടുംബം, Especially the servant of God who is leading the ministries over here for Church of God, Pastor Joe Kurian and his family. അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, All the servants of God who is working along with him in the executive committee. ചർച്ച് ഓഫ് ഗോഡിലെ എല്ലാ പാസ്റ്റേഴ്സ്, അവരുടെ കുടുംബങ്ങൾ, All the servants of God who are leading the Church of God churches and their families. ഇന്ത്യയിൽ നിന്ന് ഗസ്റ്റുകളായി കടന്നു വന്ന പാസ്റ്റേഴ്സ്, The servants of God who have come from India as visiting pastors here. ഈ 19th കോൺഫറൻസിലേക്ക് കടന്നു വന്ന എല്ലാ സഹോദരി സഹോദരന്മാർ, യൗവനക്കാർ, കുഞ്ഞുങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സ്നേഹവന്ദനം അറിയിക്കുന്നു. I extend my greeting on behalf of myself and my family to all the brothers and sisters, children, everyone. May God bless you immensely. നിങ്ങളുടെ കൂടെ ഈ കോൺഫറൻസിൽ വന്ന് സംബന്ധിക്കുവാനും കൂട്ടായ്മ ആചരിപ്പാനും കർത്താവ് ഞങ്ങൾക്കും ഒരുക്കിയ ഈ അവസരത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. I thank God for the privilege that God has given to me as a family to come over here and participate in this conference. I consider it as a great privilege and a joy in my life. ഞങ്ങളെയും നിങ്ങൾ ഓർക്കുമ്പോഴൊക്കെയും പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുന്നു. I request your humble prayers whenever you remember us. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നു. I would draw your attention to 2 Corinthians chapter 11 verses 1 to 4. നമ്മൾ ഈ ഭാഗമാണ് ഇന്നലെ ധ്യാനിച്ച് തുടങ്ങിയത്. And we began to meditate upon these scriptures in the last evening. അതിനു മുമ്പ് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 25 മുതലുള്ള വചനങ്ങൾ നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. And before that we were meditating upon Ephesians chapter 5 verses 25 onwards. അവിടെ നമുക്ക് മനസ്സിലായത് കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നത് രക്ഷയിലേക്ക് നമ്മളെ നടത്തുന്നു, അതോടൊപ്പം നമ്മെ ശുദ്ധീകരിക്കുവാനൂടെ അവിടുന്ന് ആഗ്രഹിക്കുന്നു. And this is the desire of our Lord Jesus Christ. Yes, he is leading us to salvation through his death, but again he wants us to lead or be in sanctified. നമ്മുടെ ആത്മമണവാളൻ കർത്താവായ യേശുക്രിസ്തുവാണ്. Our Lord and Savior, our bridegroom is our Lord Jesus Christ. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ അടങ്ങുന്ന ക്രിസ്തുവിന്റെ സഭയാണ് കർത്താവിന്റെ മണവാട്ടി. The bride is the church, the people who belong to Jesus Christ. കൊരിന്ത് ലേഖനത്തിൽ നമ്മൾ മനസ്സിലാക്കി വന്നത്, What we have understood from the book or the epistle of Corinthians, അപ്പോസ്തലനായ പൗലോസിന് ഈ മണവാട്ടിയോടുള്ള ബന്ധത്തിൽ മണവാട്ടി കറപ്റ്റഡ് ആകാതെ, ഇംപ്യൂറായി പോകാതെ അദ്ദേഹം മണവാട്ടിയാകുന്ന സഭയെ സംരക്ഷിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. what we see here is the picture of Paul trying to protect the bride of the church of Corinth so that the church would not be impure or corrupted in any manner. 2 കൊരിന്ത്യർ 10 മുതൽ 13 വരെയുള്ള അധ്യായങ്ങൾ, And if you turn to 2 Corinthians chapter 10 onwards to 13, അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാർ എന്ന് പൗലോസ് സംബോധന ചെയ്യുന്ന വ്യാജന്മാരായ ആളുകൾക്കെതിരെ പൗലോസ് ശക്തമായി പ്രതികരിക്കുകയാണ്. And here Paul is standing against the people who are the false preachers. He's criticizing them and directing and addressing them. ബാഹ്യമായിട്ട് കണ്ടാൽ അവർ വളരെ ഇംപ്രസീവാണ്. And if you look externally, they look very impressive. പക്ഷേ അവര് അപ്പോസ്തലന്റെ മെസ്സേജുകളെ ഡിസ്റ്റോർട്ട് ചെയ്യുന്ന ഒരു അനുഭവമാണ് നമ്മൾ മനസ്സിലാക്കിയത്. What we understand from these scriptures are these false preachers or teachers who are distorting the gospel. അതിന്റെ പശ്ചാത്തലത്തിലാണ് 11-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിച്ചത്. On the background of that, we yesterday looked into
the chapter 11 verses 1 to 4. മൂന്നാം വാക്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. And we are currently at verse number 3. പക്ഷേ നമ്മുടെ മെമ്മറി ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടി ഞാൻ ഒന്നും രണ്ടും വാക്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകാം. And just to refresh our memory, I would like to recite or go through first and second verse as well. നിങ്ങൾ എൻ്റെ പക്കൽ അസാരം ബുദ്ധിഹീനത പൊറുത്തുകൊണ്ടാൽ കൊള്ളായിരുന്നു. അതെ, നിങ്ങൾ എന്നെ പൊറുത്തുകൊള്ളുന്നുവല്ലോ. And verse number 1, it reads that I wish that you would bear with me in a little foolishness, but indeed you are bearing with me. തനിക്ക് വിരോധമായി പ്രവർത്തിക്കുന്ന ദുരുപദേശകർക്കെതിരെ തൻ്റെ അപ്പോസ്തോലിക അധികാരത്തെക്കുറിച്ചും ശുശ്രൂഷയെക്കുറിച്ചും അദ്ദേഹം ആഗ്രഹിക്കുന്നില്ലെങ്കിലും പറയാൻ നിർബന്ധിതനാണ്. And there are people who are standing against the authority and integrity of Paul. He is forced to speak against these false teachers in the church. അങ്ങനെ പറയുന്നത് ബോസ്റ്റ് ചെയ്യുക അല്ല, പറയാൻ നിർബന്ധിതനായതുകൊണ്ട് പറയുകയാണ്. And he is not boasting himself of his credentials, but he is saying that because he is forced to do so. ശരിക്കും ഒരു ക്രിസ്തീയ ശുശ്രൂഷകൻ അങ്ങനെ സെൽഫ് പ്രൊമോട്ട് ചെയ്യാൻ പാടില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ സാഹചര്യം ഇതായതുകൊണ്ട് ജനം വഴുതിപ്പോകാതെ സത്യത്തിൽ ഉറച്ചു നിൽക്കേണ്ടതിന് പോൾ തന്നെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നത് അവർ സഹിക്കണം എന്ന് പോൾ ആവശ്യപ്പെടുകയാണ്. Paul is very clear and he knows and understands that as a servant of God, a man of God, they should not be boasting themselves or self-boasting in the church, but in order to address the church, he is telling about his credentials. രണ്ടാം വാക്യം, Verse number 2. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. And this is what it reads in verse number 2. For I am jealous for you with a godly jealousy, for I betrothed you to one husband, so that to Christ I might present you as a pure virgin. ഈ ദുരുപദേഷ്ടാക്കന്മാരുടെ ഇൻഫ്ലുവൻസിലും ചതിയിലും കൊരിന്തുകാർ പെട്ടുപോകുമല്ലോ എന്നത് അദ്ദേഹത്തിന് ഹാർട്ട് ബ്രേക്കിംഗ് ആയിരുന്നു. And he knew and he understood that if the influence of the false teachers come upon the people or the church, they would be led away, and that would have been a great heartbreak for him. അതുകൊണ്ട് ദൈവികമാകുന്ന തീഷ്ണതയാൽ പ്രചോദന ആയിട്ടാണ് പൗലോസ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. And as a response to the deception that has come through the false teachers, he is responding to protect the people of God. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. And here is my zealous or jealous response to this. പൗലോസിന്റെ തീഷ്ണത തീവ്രമായ ഒന്നാണ്. And his faith is very strong. ക്രിസ്തുവിന്റെ മണവാട്ടിയുടെ വിശുദ്ധിയെക്കുറിച്ചുള്ള കരുതൽ, പോളിന്റെ ആ വലിയ കരുതൽ ഇവിടെ പ്രകടമാണ്. And what we see from these scriptures that he is extremely careful to ensure that the people of God is fully protected from these false teachers and their influence. It's a godly jealousy. And it is a godly jealousy that he's expressing here. അതിന്റെ അർത്ഥം ശരിക്കും ആ തീഷ്ണത ദൈവം അദ്ദേഹത്തിന് കൊടുത്തതാണ്. And what we understand from this jealousy or godly jealousy is something that divine God himself has given. ദൈവാത്മാവ് നിയോഗിച്ച എല്ലാ കർത്തൃദാസന്മാർക്കും ഈ ഒരു തീഷ്ണത ഉണ്ടാകേണ്ടതാണ്. Every child of God, every servant of God, man of God who has been divinely appointed, they should have this godly jealousy within them. എന്നിട്ട് പൗലോസ് ഈ വിഷയത്തെ വിവാഹ നിശ്ചയത്തിന്റെയും വിവാഹത്തിന്റെയും പശ്ചാത്തലത്തിലാണ് അവതരിപ്പിക്കുന്നത്. And he is presenting the same matter in response to betrothal and marriage. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. And it says that I betrothed you to one husband, so that with Christ I might present you as a pure virgin. സുവിശേഷം പറഞ്ഞ് സുവിശേഷത്താൽ കൊരിന്തിലെ പല ആളുകളെയും അദ്ദേഹം ജനിപ്പിച്ചു. അങ്ങനെ ഉള്ളവരുടെ
ഒരു ആത്മീക പിതാവായി നിന്നുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയാണ്. By establishing the church and teaching them the gospel and giving them the gospel, he had given spiritual birth to many people, and to such people he is telling them to be on guard. ഒരു ആത്മീക പിതാവെന്ന നിലയിൽ അവരുടെ വിശുദ്ധിയെ സംബന്ധിച്ച് അദ്ദേഹം വളരെ കൺസേൺഡ് ആണ്. And as a spiritual father, he is extremely concerned about the purity of the church. എന്തെങ്കിലും വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത ഒരാളല്ല അപ്പോസ്റ്റൽ പോൾ. He was concerned about their purity. And he did not minister or take care of the church for any personal gain, but he had a very clear conscience. He wanted to protect the people, the church, from being deceived. അപ്പോസ്തല പ്രവൃത്തി 20 വരുമ്പോൾ അതിന്റെ അവസാന ഭാഗത്തിൽ എഫെസോസിലെ മൂപ്പന്മാരോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ വെള്ളിയോ പൊന്നോ മോഹിച്ചിട്ടില്ല. And in Acts chapter 20 we read that Paul is saying to the apostle that I'm not looking for gold and silver from you. ഈ മാതൃക പിൻപറ്റുവാൻ എല്ലാ കർത്തൃദാസന്മാരും തയ്യാറാകട്ടെ. And every man of God, every servant of God be ready to follow this example. അതിന് നമ്മൾ ശുശ്രൂഷിക്കുന്നത് പണത്തിന് വേണ്ടിയോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ അപ്രീസിയേഷന് വേണ്ടിയോ അല്ല. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നിയോഗിച്ചു എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ നിന്ന് ദൈവസഭയുടെ ജനത്തിന്റെ പ്യൂരിറ്റിക്ക് വേണ്ടി അധ്വാനിക്കുവാൻ ഒരു കമ്മിറ്റ്മെന്റ് ഇന്ന് പകൽക്കാലം നമുക്ക് എടുക്കാം. Every man of God has to make a vow that you are not there for any appreciation or getting gifts or material blessing from the church, but you have a responsibility to guard the church. ഒരു നിർമ്മല കന്യകയെ പോലെ ആത്മമണവാളന്റെ മുൻപിൽ ഈ ആത്മീക പിതാവ് പൗലോസിന് സഭയെ കൊണ്ടെത്തിക്കണം. And here is a spiritual father. He has a responsibility to bring the church to the Father, to Jesus Christ, and present as a pure virgin. നിർമ്മല കന്യക എന്ന പദപ്രയോഗം, And the word that is used there is a pure virgin. ക്രിസ്തുവിന്റെ മണവാട്ടിയുടെ കുറ്റമറ്റ പെരുമാറ്റത്തെ, ആന്തരിക നിഷ്കളങ്കതയെ, ആന്തരിക വിശുദ്ധിയെ സൂചിപ്പിക്കുന്ന പദപ്രയോഗമാണ്. And this is a word that expresses the blameless, spotless, or without any malice or filth within it, but extremely pure from inside. നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ, to present her to the heavenly bridegroom. To present the church as a pure bride to the heavenly bridegroom. ക്രിസ്തു എന്ന ഏകപുരുഷന് പലരില്ല. There is only one bridegroom, and it is our Lord Jesus Christ. There are not many husbands. There's one husband, that is our Lord Jesus Christ. പൗലോസിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ കാഴ്ചപ്പാടിൽ ദൈവജനം നിന്ന് അവര് എന്നും 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 ഈ ആത്മമണവാളന് വിശ്വസ്തരായിരിക്കണം. And this is the vision of Paul, that the church has to remain pure and faithful to the bridegroom, that is Jesus Christ. മൂന്നാം വാക്യം, Verse number 3. എന്നാൽ സർപ്പം ഔവായെ ഉപായത്താൽ ചതിച്ചതുപോലെ And just like നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. And verse number 3, it reads that I'm afraid that the serpent deceived Eve by his craftiness. Your minds will be led astray from the simplicity and purity of devotion to Christ. ഒരു വലിയ ആത്മീക പോരാട്ടം നമ്മൾ ഇവിടെ കാണുന്നു. And what we see here is a great spiritual warfare. എന്താണ് പിശാചിന്റെ ലക്ഷ്യം? And what is the desire and the target of Satan? ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിന്ന് നമ്മെ ഡിസ്ട്രാക്ട് ചെയ്യണം. And the devotion that you have towards Christ, that needs to be distracted, and you need to be led astray. ആത്മമണവാളനോട് കൂറുപുലർത്തേണ്ട മണവാട്ടി മറ്റു പലതിലേക്കും മനസ്സ് വിട്ടുകൊടുക്കത്തക്കവണ്ണമുള്ള
പ്രേരണകൾ പിശാച് കൊണ്ടുവരുന്നത് തിരിച്ചറിഞ്ഞ് അതിനോട് എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിന്റെ ജനം സടകുടഞ്ഞെഴുന്നേൽക്കണം. And the children of God need to rise up and recognize there is deception along the way where Satan wants to distract you from the devotion to the Christ, the bridegroom, that is Jesus Christ himself. പൗലോസ് നമ്മളെ ഏദനിലേക്ക് കൊണ്ടുവരികയാണ്. And Paul leads us to Eden. സർപ്പം ഔവായെ ഉപായത്താൽ ചതിച്ചതുപോലെയാണ് കൊരിന്തുകാരെ ചതിക്കുന്നത്. And just like serpent deceived Eve by its craftiness, in the same way the people, the children of God in Corinth, is being deceived. ഏദൻ തോട്ടത്തിൽ വളരെ സക്സസ്ഫുൾ ആയി പ്രയോഗിച്ച അതേ സ്കീമുകൾ കൊരിന്തുകാരോട് ആവർത്തിക്കുകയാണ്. And the same craftiness and cunningness that serpent used on Eve to lead Eve away, the same craftiness is used here. ഇന്നലെ പറഞ്ഞത് ഇന്ന് ഒന്നുകൂടെ ആവർത്തിക്കാം. അത് ഇവിടെയുള്ള ജനത്തിന് അപ്ലൈ ചെയ്യണം. ഈ കാലഘട്ടത്തിലെ ദൈവസഭ വളരെ സൂക്ഷ്മമായി ജീവിക്കണം. വിശേഷാൽ യോഗം ഇവിടെ നടക്കുന്നത് കൊണ്ട് UK-യിലെ ചർച്ചസിനോട് ഞാൻ പറയാം, തന്ത്രശാലിയാണ് നമ്മുടെ എതിരാളി. And remember, the adversary that we have has many schemes to drive you away, to lead you away. The churches in UK has to know and understand it and stand strong to fight against every warfare against the devil. പൗലോസിന്റെ ഭയമമാണ് ഈ കൊരിന്തുകാർ ഡിസീവ്ഡ് ആയി പോകുമോ? And this is the fear of Paul. Will the people of Corinth be deceived and led astray? നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു കേട്ടാൽ ഞാൻ നിയോഗത്തിൽ ഒരു കാര്യം പറയാം. And by the inspiration of the Holy Spirit, I would like to tell you something. Please pay attention. എഫെസോസിൽ നിന്ന് 3 വർഷത്തെ ശുശ്രൂഷ കഴിഞ്ഞ് പോകുമ്പോൾ പൗലോസ് ഒരു വാർണിംഗ് കൊടുത്തു. പുറത്തു നിന്ന് ഈ ചതിയന്മാര് വരും, നിങ്ങളുടെ ഇടയിൽ നിന്നും ഇവർ എഴുന്നേൽക്കും. After 3 years of ministry in Ephesus, as he's leaving Ephesus, he is giving a warning to the church of Corinth that there will be people, the false teacher that will rise up. So you need to be careful. കർത്തൃവേലയിലുള്ളവരോട് ഞാൻ പറയാം, ഇത് ഓട്ടോമാറ്റിക് അല്ല, ജാഗ്രത പുലർത്തണം. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിങ്ങളെ തകിടം മറിക്കുവാൻ ശത്രുവിന് കഴിയും. The servants of God, men of God, let me remind you and tell you as a warning that Satan is always trying to deceive you from the devotion that you have towards Christ. ദുരുപദേശത്തിൽ നമ്മളും പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. There is a possibility that we'll be caught up into false teachings. അപ്പോസ്തലപ്രവൃത്തി 20:28 പോൾ പറയുന്നത്, ആദ്യം നിങ്ങളെ തന്നെ സൂക്ഷിക്കണം, പിന്നെയാണ് ജനത്തെ സൂക്ഷിക്കേണ്ടത്. Acts chapter 20 verses 28, Paul is reminded to the apostles that you need to be careful and be guard for yourself, be vigilant, and then you have to take care of the people around. ഇത് വലിയ ആത്മീക യുദ്ധമാണ്. And this is a great spiritual warfare. കണ്ണടച്ച് ലാഘവത്തോടെ ഉറക്കവും മയക്കവും ഒന്നും നടക്കത്തില്ല. 24 മണിക്കൂറും ജാഗ്രതയോടെ ഇരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് കർത്താവിന്റെ കൃപയാൽ ഈ കോൺഫറൻസിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത്. Together we are meditating upon this very important subject that 24/7 you need to be vigilant and you have to be on guard to fight against any warfare that the schemes that the devil brings against your church. ഏദനിൽ പിശാച് സർപ്പത്തിലൂടെയാണ് ഔവായെ വീഴ്ത്തിയത്. In the Garden of Eden, the serpent used Eve to deceive. ഈ 11-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് കടന്നു വന്നിരിക്കുന്ന ദുരുപദേശകർ പിശാചിന്റെ ഏജന്റന്മാരായിട്ടാണ് വിവേചിക്കുന്നത്. And verse number 15 of chapter 11, Paul is discerning the false teachers who have come into the church as the agents of devil. പിശാച് ഈ ഏജന്റന്മാരെ ഉപയോഗിക്കുകയാണ്. നേരത്തെ പാമ്പിന്റെ ശരീരത്തില്, ഇപ്പോൾ ഇവരുടെ അകത്തിലൂടെയാണ് ദുരുപദേശം പറയുന്നത്. At previous times, Satan used the serpent or the serpent himself, but now through the agents that the false teachers he is using to deceive the church. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഒരു അയവും കാണിക്കാൻ പാടില്ല. കർത്തൃദാസന്മാരെ ഒരു വര വരയ്ക്കണം.
അവർക്ക് സ്തോത്ര കാഴ്ചയില്ല, ദശാംശവുമില്ല, ഒന്നുമില്ല. Because they are false and they corrupt the people of God. And as servants of God, you need to be vigilant and draw a line very clearly. They should have no participation, no tithes, no offerings, and draw a line, keep them separate. പിശാചിന്റെ 3 സ്റ്റെപ്പുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. And be careful and look and pay attention for the 3 steps of the Satan uses. 33-ന്റെ 1-ാം വാക്യത്തിൽ ഒരു ചോദ്യമാണ്, ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? And chapter 3 of Genesis verses 1, there's a question. It says, did God really say this? രണ്ടാമത്തെ സ്റ്റെപ്പ് 4-ാം വാക്യത്തിൽ ദൈവവചനത്തെ ഡിനൈ ചെയ്യുകയാണ്. നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. ദൈവം അങ്ങനെയൊക്കെ പറയും, പക്ഷെ അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല. And verse number 4 is contradicting and going against what the Bible says. Scripture says that you will surely not die. God will say many things, but it will not take place. മൂന്നാമത്തെ സ്റ്റെപ്പ് റീപ്ലേസിംഗ് ദ വേർഡ്. ദൈവത്തെ പോലെ നിങ്ങളാകും. ദൈവം മരിക്കുമെന്ന് പറഞ്ഞു, പിശാച് മന്ത്രിക്കുന്നത് no, നിങ്ങൾ ദൈവത്തെ പോലെയാകും. And here it says that you will become like God. Whatever it says, no, don't listen. But here it says that you would become like God. വിശ്വാസത്യാഗത്തിലേക്ക് നമ്മെ നയിക്കുന്ന ആത്മീക വഞ്ചനയാണ് അപകടം. And this is the great danger where the children of God are led astray to spiritual apostasy. നോക്കിയ 3-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം, ഉപായത്താൽ ചതിച്ചു. And verse number 3, second part, it says by deception. എന്ന് പറഞ്ഞാൽ കൗശലം ഉൾപ്പെടുന്ന ഒരു തന്ത്രമാണ് ഈ വഞ്ചന. And what it means, the craftiness and the cunningness that is used to deceive. വളരെ സട്ടലാണ്. And it is very subtle, not easy to recognize. നേരെ ഇങ്ങോട്ട് കേറി വന്നിട്ട് യേശു ദൈവമല്ല, അങ്ങനെയൊന്നും അല്ല പറയുന്നത്. യേശു യേശു എന്നൊക്കെ പറഞ്ഞ് ഇതിനിടയ്ക്കൊരു ചെറിയ ഗുളികയായിരിക്കും, അതാണ് ചിലരെ പിടിക്കുന്നത്. And they would not come very openly and say Jesus is not God, but they will say Jesus, Jesus, and they might put something else to trick people. പൂർണ്ണമായി വശീകരിക്കുക, പൂർണ്ണമായി കബളിപ്പിക്കുക, അതാണ് ഈ ശത്രുവിന്റെ വഞ്ചന. And the devil uses the word subtly, he distorts the word. And he distorts the words, he is deceiving very subtly, so it is not very clear to the people who are listening. പ്രലോഭനങ്ങളിലൂടെയോ വ്യാജ വാഗ്ദാനങ്ങളിലൂടെയോ പൂർണ്ണമായി നിഷ്കളങ്കരായ ആളുകളുടെ വഴി തെറ്റിക്കുന്നവനാണ് ഈ വഞ്ചനയുടെ ആത്മാവ്. The spirit of deception is such that people who are innocent are led astray by very modified words that tricks them with craftiness and cunningness. അവരുടെ ദുരുപദേശത്താൽ അവർ അനുസരണക്കേട് കാണിക്കുവാൻ പ്രേരിപ്പിക്കും എന്നതാണ് ഞാൻ ഈ ഉദ്ധരിച്ച വാക്കുകളുടെ അർത്ഥം. And what it means, what I recited here or spoke to you, is by deception. What they speak, the false teachers will see that you disobey the commandments or the instructions of God. വളരെ തന്ത്രപരമായി ദൈവത്തിന്റെ വചനത്തെ ഡിസ്റ്റോർട്ട് ചെയ്ത് തെറ്റായ ആശയങ്ങൾ വിശ്വസിപ്പിക്കുകയോ അംഗീകരിപ്പിക്കുകയോ ചെയ്തുകൊണ്ട് ഒരാളെ ശരിയായ പാതയിൽ നിന്ന് അവർ വ്യതിചലിപ്പിക്കും. And by showing the scriptures, by slightly distorting the word and telling them in a different manner and with craftiness and cunningness, they will lead the innocent people astray from God. ആ വാക്യം ഒന്ന് നോക്കിയേ. And if you look at the verse very എന്നാൽ carefully, സർപ്പം ഔവായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ്, and it says over here, as serpent deceived Eve by his craftiness, your minds. യുദ്ധം നടക്കുന്ന കളമാണ് മനസ്സ്. The place where the warfare is taking place, that is your mind. പുറത്തൊന്നുമല്ല, മനസ്സിലെ ചിന്തകളിലാണ് corruption കൊണ്ടുവരുന്നത്. It's not externally, but it is in the minds that corruption is introduced. അവരുടെ ചിന്തകൾ വഴിവിട്ടു പോകും. At their minds, they lose the track. ശരിക്കും ശത്രുവിന്റെ അറ്റാക്കുകൾ
മനസ്സിലെ ചിന്തകളിലാണ്. And remember, the attacks of Satan is directed to your mind. സാത്താൻ നിങ്ങളുടെ ചിന്താ രീതിയെ മലിനപ്പെടുത്തിയാൽ നിങ്ങളുടെ ജീവിത രീതിയും വിശ്വാസ പ്രമാണവും തകിടം മറിപ്പിക്കും. And if he targets the mind, if he's able to corrupt or change the mind, he would be leading you astray and it will affect you spiritually. നിങ്ങളുടെ ആരാധന മുഴുവനും തകിടം മറിയും. And your spiritual life, your worship will be affected. ആത്മ മണവാളനുമായിട്ടുള്ള ഏകാഗ്രത വിടും. And your devotion to your bridegroom Jesus Christ would be corrupted or would be lost. It starts in the mind. It begins in the mind. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിടും. And you will leave the simplicity or the purity of devotion to Christ. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോടുള്ള പരമാർത്ഥ ഭക്തി വിടും. The true devotion, the innocence that you have towards Christ, that is lost. ഇതിനകത്തിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ഒന്ന് ചിന്തിച്ചു നോയിക്കേ. 10, 15, 20 വർഷത്തിന് മുമ്പുണ്ടായിരുന്ന ഏകാഗ്രത ഇന്നുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്ക്. എന്നിട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്ക. And the children of God who are present here, remember and look back 15, 20 years back, the devotion that you had towards Christ. Do you have that today? If not, you have to rise up and be awake. ആളുകളെ ചിന്തിച്ചിരിക്കുന്നത് പെന്തിക്കോസിലാണെ കാഹളം ധരിക്കുമ്പോ പോകുമെന്ന. And people are imagining and thinking that because they are in the Pentecostal churches, when the trumpet will sound, they will be raptured or go with Christ. ആഞ്ഞു പാട്ടുപാടും. എന്താ വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വരുന്നു എന്നൊക്കെ പറഞ്ഞ് പാട്ടുപാടി കൈത്താളമൊക്കെ അടിക്കുന്നു. ഒരു കുഴപ്പമില്ല. യേശു വരുന്നത് പെന്തിക്കോസ്തുകാരെ ചേർക്കാനല്ല. He is coming for his bride. And remember, you might be clapping your hands with the top voice, but remember, Christ Jesus is coming for the top bride. പൗലോസ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കേൾക്കുക. And listen to the statement that Paul is making എനിക്ക് here. ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. And to me, to live is to Christ, and to die is gain. രക്ഷകനും കർത്താവുമായി അവിടുത്തെ പരമമായ സ്നേഹിക്കാതിരിക്കുന്നത് അവിശ്വസ്തതയാണ്. And my love and devotion to Christ, if that is lost, then it becomes in unfaithfulness. പ്രധാനമായി ഈ കള്ളന്മാരുടെ പ്രധാന അജണ്ട നമ്മുടെ മനസ്സ് കറപ്റ്റ് ചെയ്ത് ക്രിസ്തുവിൽ നിന്ന് ഏകാഗ്രത മാറ്റുക The എന്നുള്ളതാണ്. false teachers, the prime agenda that they have, the devotion and the focus that you have towards Christ, that would be corrupted and you lead astray. അതെങ്ങനെയാ? How is that possible? ഞാനൊരു സൂചന തരാം. Let me give an indication. ദൈവവചനത്തിൽ നിന്നും ക്രിസ്തുവിൽ നിന്നും മനസ്സ് മാറി ആചാരങ്ങൾ, ചടങ്ങുകൾ ഇതൊക്കെ റീപ്ലേസ് ചെയ്യും. And mind would be lost from Christ, and with traditions and rituals that would be replaced. വൈകാരിക അനുഭവങ്ങൾ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിന്ന് നമ്മളെ മാറ്റും. ഏകാഗ്രത നഷ്ടപ്പെടുന്ന പോലെ ക്രിസ്തുവല്ല വലുത്, ഇപ്പോൾ ഇമോഷണൽ എക്സ്പീരിയൻസസ് വലുതാവും. Christ is not important, the emotional experiences become more important. മനഃശാസ്ത്രം കയറി വരും. And there will be psychological tricks that will be played. പ്രസംഗിക്കേണ്ട സമയത്ത് കളി തമാശാകും. പിന്നെ And there will be jokes made when they are supposed to be preaching. കളി തമാശും ജോക്കിങ്ങുമാണ് വേണ്ടതെങ്കിൽ, നിങ്ങൾക്കൊരു ബഫൂണിനെ വേണ്ടെങ്കിൽ go to the circus. And if you don't want someone who is preaching the true word of God, and if you want someone who is making jokes, go to a circus. അതുപോലെ ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നയാളാണ്. I'm a person who believes in miracles. അനുഭവങ്ങളൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നയാളാണ്. I'm a person who believes in miracles and But experiences. nothing should take away my mind from my Lord, from the bridegroom. And nothing should take away my mind from the bridegroom, that is Jesus Christ. ഇങ്ങനെയാണ് ആളുകൾ ഇതിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ കോട്ടപ്പാകുമ്പോൾ ഏകാഗ്രതയും
നിർമ്മലതയും അവർ വിടും. And because they are caught up in all these matters, the devotion to Christ and the purity they lose. ഇങ്ങനെയുള്ളവർ പലപ്പോഴും വാദപ്രതിവാദത്തിൽ ഏർപ്പെടും. And they often engage in debates and arguments. വഴക്കുകളും ഡിസ്യൂണിറ്റികൾ ഉണ്ടാക്കും. And there would be quarrels and disunity. സഭകളിൽ ഭിന്നിപ്പുണ്ടാക്കും. And there would be divisions in the churches. ഇത് മുഴുവനും ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ടതിന്റെ അനന്തര ഫലങ്ങളാണ്. And this is the consequence of because the devotion to Christ has been lost. ശരിക്കും യേശുക്രിസ്തുവിനോടുള്ള ഏകാഗ്രത ഒരു നോൺ നെഗോഷ്യബിൾ കാര്യമാണ്. And the devotion to Christ is a non-negotiable matter. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ, നമ്മുടെ കർത്താവ് വരുന്നു. ഇതല്ലേ പൗലോസ് പറയുന്നത്? Paul says that one who doesn't love God, he's cursed, and they are cursed, it says. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് നിങ്ങളുടെ മനസ്സ് വഷളായി പോകുമെന്ന്. നോക്കണേ, ഏകാഗ്രത വിടുന്നത് വഷളത്വമാണ്. And leading away from Christ or the devotion from Christ is filthiness or wrong. അപ്പൊ പ്രലോഭനങ്ങൾ ഇതൊക്കെ പിശാച് കൊണ്ടുവരുമ്പോൾ അവൻ കൊണ്ടുവരുന്നത് വഴിതെറ്റിക്കാനാണ്. യാഥാർത്ഥ്യത്തിൽ നിന്ന് ആളുകളുടെ മനസ്സ് മാറ്റി അവരെ വഷളന്മാരാക്കും. And they are turned to wickedness, and they are led astray by wickedness by diverting their mind and distorting the word. ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവസഭയെ, നമുക്കിന്ന് ഏറ്റവും ആവശ്യം വിവേചനാവരമാണ്. The children of God, men of God, the most important thing that the children of God needs to have is the discerning spirit. വിവേചനാവരം ഇല്ലാത്തത് ഒരു പ്രധാനപ്പെട്ട തടസ്സമാണ്. And if you don't have the discerning spirit, it becomes a great hindrance in your spiritual life. 4:14 Ephesians chapter 4 അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിലും കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ. And it says in verse number 14, as a result, we are no longer children tossed here and there by the waves and carried about by every wind of doctrine, by the trickery of men, by craftiness of deceitful scheming. ഡിസേൺമെന്റ് ഇല്ലാത്തതിന്റെ മറ്റൊരു പ്രധാന കാര്യം പറയാം. And there is one reason why discernment is not there. ആളുകൾ ഒരു ഫാഷൻ പോലാണ് ഇപ്പൊ പറയുന്നത്, എനിക്കൊന്നും അറിയത്തില്ല ഉപദേശമൊന്നും. And some people say it as a fashion, a style, and saying that I don't understand the doctrines, it's okay. എത്ര irresponsible ആണ് ആ സ്റ്റേറ്റ്മെന്റ്. And that statement is extremely irresponsible. ബൈബിൾ സംബന്ധമായതും പ്രമാണങ്ങളും അറിവില്ലായ്മ കാര്യങ്ങൾ വിവേചിച്ചറിയാനുള്ള അതിന്റെ കഴിവിനെ തളർത്തിക്കളയുകയാണ്. And just because you're not able to understand the scriptures, the ability to discern is lost. ദൈവമാരാ? Who is God? ത്രിയേകൻ. He is triune God. അതൊക്കെ വിട് ഇങ്ങനെയാ പറയുന്നത്. And they say it's okay, just leave it, it's okay. ബൈബിളിൽ എല്ലാത്തിന്റെ ഉത്തരമുണ്ട്. In the Bible you will find answers to every question. ബൈബിളിലെ വെളിപ്പാടാണ് God is a triune God. It's a revelation from the Bible that God is a triune God. അല്ലാതെ ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവാണ് പിതാവ്, യേശുക്രിസ്തുവാണ് പുത്രൻ, യേശുവാണ് ഇപ്പോൾ ആത്മാവായിട്ട് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ജോളിയുടെ ഭർത്താവാണ്, ശുശ്രൂഷിക്കുന്ന സഭയിലെ പാസ്റ്ററാണ്, എൻ്റെ കുഞ്ഞുങ്ങളുടെ അപ്പനാണ്. കണ്ടോ, അതുപോലെയാണ് ത്രിയേക ദൈവം. This is nonsense. And some people express Trinity as Jesus Christ is the Father, Jesus Christ is the Son, Jesus Christ is the Holy Spirit. Just as a man is responsible towards the church, responsible to his wife and children, some people express the same idea in a similar manner. ഒരുപാട് ഉപദേശമാരും ഇതാ ചിന്തിച്ചിരിക്കുന്നത്. Many pastors also believe the same thing. ആരെങ്കിലും ചോദിച്ചാൽ അവിടെ വരെ ചുമ്മാ ഇങ്ങനെ ഉള്ള ഉടക്കി ചോദ്യം കൊണ്ടൊന്നും വരരുത് കേട്ടോ എന്ന് പറഞ്ഞാൽ അവരെ വെരുട്ടിക്കളയും. And if some people ask questions, they say don't come up with such kind of questions, and they turn them away. ദുരുപദേശകർ കയറി അവരുടെ ചരക്കിറക്കും. And then the people who are false teachers will come inside and try to deceive people. അറിവില്ല, വചനത്തിൽ ഉറച്ചിട്ടില്ല, അതുകൊണ്ട് ആടിപ്പോകും ഏത് ഉപദേശവും കേട്ട്.
They are ignorant, they are not strong and firm in the word of God. That's why they waver with every sound of doctrine. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മത്തായി 7:15 അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തല പ്രവൃത്തി 20:29 ഇവരെ വിളിക്കുന്നത് savage wolves. And in similar scriptures that we see in Matthew and Acts, we see that false teachers are called as savage wolves. സഭയെ ഭിന്നിപ്പിക്കും, സഭയെ പൊളിയൂട്ട് ചെയ്യും, മനസ്സിനെ കറപ്റ്റ് ചെയ്യും. ഇതാണ് അപ്പോസ്തലൻ ഭയപ്പെടുന്നത്. And this is the fear of Paul that he has in his heart, that these false teachers will corrupt the church, pollute the minds of the people and lead them astray. വേഗത്തിൽ മുന്നോട്ട് പോകാം. Let's go quickly forward. 4-ാം വാക്യം. The verse number 4. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവ് എങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. And for if one comes and preaches another Jesus whom we did not preach, or you received another spirit which we have not received, or a different gospel which you have not accepted, you bear this beautifully. മലയാളികളെ പോലൊരു നല്ല ഗ്രൗണ്ട് ഇല്ല, ഏത് കളയിറക്കും. And apart from Malayalis, I don't think there is many grounds where they can sow weeds. എല്ലാത്തിനും കൈയടിക്കും. And they are ready to clap hands for everything. അത് അത്ര അട്രാക്റ്റീവ് ആണ്. And just look at how attractive how he speaks. എനിക്ക് ഏതാണ്ട് പോലെ തോന്നി, അമ്മാമേ അത് നിർത്തണം. And I felt something, dear sister, you have to stop that. We have to be watchful. We have to be vigilant and watchful. പൗലോസ് പറയുന്നത് നിങ്ങൾ ഇത് പൊറുക്കുന്നത്. I am amazed. And Paul is expressing his anguish here, that I'm amazed that you're ready to bear with this. പൗലോസ് pioneer ചെയ്ത ചർച്ച. And this is a church that Paul himself established. 1.5 വർഷം പൗലോസ് വചനം പഠിപ്പിച്ച ചർച്ച. For 1.5 years, Paul himself taught the word of God to this church. ദുരുപദേശകരുടെ തന്ത്രം കണ്ടോ? അവിടെ വന്ന് ആദ്യം ഇടയനെ വെട്ടി എന്നിട്ട് ചരക്കിറക്കുക. And look at how the schemes and the craftiness of the false teachers, they took away the main shepherd and they are putting their own weeds in the church. പൗലോസ് ഉള്ളപ്പോൾ പോലും ഇത്രയും കൃപയില്ലായിരുന്നു. ഇത് എന്തോ ഭയങ്കരമാ, അടുത്ത യോഗത്തിന് പോകണം കേട്ടോ, ഭയങ്കരമാ, എന്തോ ഈ ഭയങ്കരം. And look how great that service was. Even when Paul was here, we didn't have such kind of experience. What is this great thing? ഞാൻ നിങ്ങളോട് പറയാം, ഇത് കേട്ടിട്ട് പോയിട്ടും നിങ്ങൾ ആവർത്തിച്ച് വരുന്നത് നിങ്ങൾ തുടരും. And let me say this again after hearing this, that you might repeat the same thing. And you will give a big, huge cost for it. And you'll have to pay a great price for it. ഒരുത്തൻ വന്ന്, one person comes. അപ്പൊ ഈ false teachers already കൊരിന്തിലുണ്ട്. If that's the case, the false teachers are already present in Corinth. ദൈവമല്ല വിട്ടത്, It's not God who has sent them. നുഴഞ്ഞു കയറിയതാ. And they have come into by craftiness into the church. ഒരു ആധുനിക ആപ്ലിക്കേഷൻ. And it's a modern application to this. ദൈവമല്ല വിട്ടത്, പക്ഷെ ദൈവം വിട്ടതുപോലെ അഭിനയിക്കും. And though God has not sent them, but they behave as if God has sent them. ഇടയ്ക്കിടയ്ക്ക് And they would have some kind of a shivering all of a sudden. എന്നാ പ്രശ്നം? What is the problem? പ്രഷർ കൂടിയോ? Did you have a high blood pressure at that point? അതൊക്കെയാണ് ഇങ്ങനെയുള്ളത്. സാധുക്കൾ ഇതിനകത്തെല്ലാം വീഴും. And innocent people fall into such trickery. ഇവര് കൊരിന്തിൽ കയറിയിട്ടുണ്ട്. And these false teachers have come into Corinth. കൊരിന്ത്യർ ഇവർക്ക് പ്ലാറ്റ്ഫോം കൊടുത്തു പ്രസംഗിക്കാൻ. And the people of Corinth have provided a platform to preach. ഉപദേശി തമ്പുരാൻ നിന്നെ വിടത്തില്ല. And God will not leave you, church. ഞാൻ ഇന്ന് രാവിലെ ചിന്തിച്ചു, ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാര്യമാരോട് വന്ന് ചൂഞ്ചാട് കാണേലേ, നമ്മൾ അന്നേരം പറയും സൗര മാറിക്കണം, ഇവിടെ പറ്റത്തില്ല ഇല്ലേ? ആണാണെങ്കിൽ പറയത്തില്ലേ? ആണെങ്കിൽ ഇത് കർത്താവിൻ്റെ മണവാട്ടിയാ. മണവാട്ടിയെ പൊളിയൂട്ട് ചെയ്യാൻ നീ വേദി ഒരുക്കി കൊടുത്താൽ നിന്നെ ആയിരിക്കും ദൈവം.
And remember, as I was thinking this morning, if someone comes to your wife and speaks in an inappropriate manner, you would say, stand away. If that's the case, we are looking at a pure virgin, the church of God, the Christ, that is the bride of Christ. സഭയിൽ നമ്മുടെ ഇഷ്ടമല്ല നടക്കേണ്ടത്. In our church, it should not be our desires and intentions that should ദൈവത്തിന്റെ come upon. ആത്മാവാണ് സഭയെ ഭരിക്കേണ്ടത്. And it should be the Spirit of God that should control the ആത്മാവിനാൽ church. എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനമാണ് പ്രസംഗിക്കപ്പെടേണ്ടത്. And what needs to be preached is the word of God that is spoken by the Spirit of God. ഊഹാപോഹങ്ങളല്ല. It is not some assumptions. You must preach the word. And you need to preach the word. ദൈവത്തിന്റെ വചനം മാറ്റമില്ലാത്തതാണ്. Our word of God is unchanging. ആകാശവും ഭൂമിയും മാറിയാലും ഇതിന് മാറ്റമില്ല. The heavens and earth shall pass away. The word സ്വർഗ്ഗത്തിൽ will not. എന്നേക്കും നിലനിൽക്കുന്നതാണ് വചനം. The word of God is eternal in ഇരുവായ് heaven. തലയുള്ള ഏത് വാളിനേക്കാൾ It is മൂർച്ചയുള്ളതാണ്. sharper than the double-edged sword. ദൈവശ്വാസ്യമാണ്. It's the breath of God. ആ വചനമാണ് And പ്രസംഗിക്കപ്പെടേണ്ടത്. that's the word that needs to be preached. ഒരുത്തൻ വന്നു, കൊരിന്തുകാര്, വെൽക്കം പാസ്റ്റർ. And one has come into the church, and Corinth people, the church is welcoming pastor. പൗലോസ് എന്താ ഈ ചൂട് പിടിക്കുന്നത്? And why is Paul very upset with this matter? നിർമ്മല കന്യകയാണ് മണവാട്ടി. And here is a bride which is pure ഇവിടെ virgin. കന്യകത്വം നഷ്ടപ്പെടുത്തുന്ന, ഇവളെ പൊളിയൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള ആളുകൾ കയറി, and that's disturbing the man of God. And this is disturbing the man of God when he is seeing the false teachers come into the church. That affects the virginity of the church, the purity of the church. ഉപദേശപരമായ വിശുദ്ധിയും ഡിസേൺമെന്റും ഇത് വളരെ ക്രൂഷ്യലാണ്. And the discernment is extremely important, and doctrinal purity is extremely important. മൂന്ന് കാര്യങ്ങളിലെ ഡിസെപ്ഷൻ ശ്രദ്ധിക്കുക. And there are three matters upon which the deception is what we see here. ഒന്ന്, യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വം. And one is the identity of Christ. രണ്ട്, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. And second is the work of the Holy Spirit. മൂന്ന്, സുവിശേഷത്തിന്റെ സന്ദേശം. And third is the message of the gospel. ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശു. And what we have not preached, another Jesus. ജീസസ് എന്ന പേര്, പക്ഷേ ഇത് ബൈബിൾ വെളിപ്പെടുത്തുന്ന ജീസസ് അല്ല, വേറൊരു ജീസസ്. And it is says, the word says Jesus, but it is not the same Jesus that the Bible reveals, another Jesus. ശ്രദ്ധിച്ചിപ്പോ കേൾക്കണം. And pay attention to what I'm saying. ദുരുപദേശകർ ഉപയോഗിക്കുന്ന ടെർമിനോളജികൾ കേട്ടാൽ പെട്ടെന്ന് പിടിക്കത്തില്ല. And remember, the false teachers uses certain terminologies which you cannot easily catch. തെറ്റ് പറഞ്ഞിട്ടും താങ്ക് യു ജീസസ് ഫോർ ദാറ്റ് റെവലേഷൻ എന്ന് പറയുമ്പോൾ, ഹോ, കർത്താവ് കൊടുത്ത ആ വെളിപ്പാട് എന്ന് നമ്മൾ പറഞ്ഞു പോകും. And even when they are saying wrong or false thing, and it says this is a revelation of God, and they express it as it a revelation of God, and you thank for it. അവർ ഈ ടെർമിനോളജി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ബിബ്ലിക്കൽ അർത്ഥമല്ല. They have some other meaning for the same terminology. അവിടാണ് അപകടം. The false teachers, when they are using certain terminology, it is not what we understand from the Bible, but they have a different agenda behind these words. God എന്നവർ പറയുമ്പോൾ, you probe and ask, your God? What do you have to say about God? അങ്ങനെ 4 ക്വസ്റ്റ്യൻ ചോദിച്ചു വരുമ്പോഴാ ഇവൻ ത്രിയേക ദൈവത്തിലല്ല വിശ്വസിക്കുന്നത്. And when they say God, and you ask the questions, you probe them, you ask them few more questions, which God? And then we understand that this person is not speaking about the triune God. ജീസസ്. അത് പറയുമ്പോൾ അതിനൊരു ഗുമ്മുണ്ട്. ഇങ്ങനെ ജീസസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ, വാട്ട് എ പ്രസൻസ്, എന്തൊരു ദൈവ സാന്നിധ്യമാ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ഇവനെ പിടിച്ച് ചോദിക്കണം, ഈ ജീസസ് നിങ്ങൾ പറയുന്ന ആള്, ഹു ഈസ് ഹി?
And when people, false teachers, express or speak out Jesus in a particular tone, you have to ask the question, what Jesus or which Jesus are you talking about? ബൈബിൾ വെളിപ്പെടുത്തുന്ന യേശു ആരാണ്? And who is the Bible, or who is the person that Jesus is revealed from the Bible? ത്രിത്വത്തിൽ രണ്ടാമനാകുന്ന ദൈവത്തിന്റെ പുത്രൻ, And the Son of God who is second in the Trinity. ഇന്നലത്തെ നിത്യത മുതൽ പിതാവിനോട് തുല്യനായിരിക്കുന്നവൻ, And from yesterday eternity, one who is equal to God. കാലത്തിന്റെ സമ്പൂർണതയിൽ അപാരെ അത്ഭുതമാകുന്ന കന്യകാ ജനനത്തിലൂടെ he took on humanity. And by the miracle that he took on humanity. പൂർണ്ണ ദൈവം പൂർണ്ണ മനുഷ്യൻ. And he is complete God and complete man. And he lived a sinless life in his humanity. In his humanity, earthly life, he lived a sinless life. അതിന്റെ അവസാനം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി അവിടുന്ന് യാഗമായി തീർന്നു ക്രൂശിൽ. And at the end, as the answer, as purchasing us as the redemption, he gave himself for us on the cross. അവിടുന്ന് മരിച്ചു. And he died. അവിടുന്ന് അടക്കപ്പെട്ടു. And he was buried. മൂന്നാം ദിവസം കല്ലറകളെ ഭേദിച്ച് മരണത്തെ തോൽപ്പിച്ച് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. On the third day, he rose up from the dead by defeating death. And then he ascended to heaven. And then he ascended to heaven. And he is now interceding for the church. And today, even now, he is interceding for the church. അധികം താമസമില്ല. He is coming back again for his church. And soon he is going to come back again for his church. ബൈബിൾ വെളിപ്പെടുത്തുന്ന കർത്താവ്, he is the head of the church. The Bible that Jesus revealed through the Bible is the head of the church. ചിലർ അവതരിപ്പിക്കുന്ന പോലെ കേവലം ഒരു പ്രവാചകനല്ല. And some people present him just like a prophet. സാമൂഹ്യമോ രാഷ്ട്രീയപരമായ വിപ്ലവകാരിയല്ല. He's not a revolutionary or a national leader or just another leader. ചില സംഘടനകൾ പഠിപ്പിക്കുന്നത് പോലെ ഇത് മീഖായേലല്ല. And some organization teach that he is Michael. ചിലർ യേശുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നു. And some people are speaking against. ചിലർ യേശുവിന്റെ മനുഷ്യത്വത്തെ നിഷേധിക്കുന്നു. Some reject the divinity of Christ and humanity of Catch Christ. them. And you have to identify them and catch them. അല്ലാതെ യേശു എന്നൊരു പേര് പറഞ്ഞാൽ അതിന്റെ പുറകെ പോകരുത്. And just because someone says the word Jesus, just don't follow them. ഞങ്ങൾ പ്രസംഗിക്കാത്ത യേശു, And the Jesus that we haven't preached, നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരാത്മാവെങ്കിലും, and what we have not received, another spirit. ബൈബിൾ പറയുന്ന പരിശുദ്ധാത്മാവ് ബൈബിൾ വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? And the Bible that reveals the Holy Spirit, how does he reveal him? യോഹന്നാൻ 16:8 അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. And he is bringing conviction to the man, the sin and judgment. This is the responsibility of Holy Spirit. യോഹന്നാൻ 14:26 നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. He will take us to the word of God. And verse number 26 of chapter 14 of John, it says that he will teach you all things and bring to remembrance all that I have said to you. ഗലാത്യർ 5:22-23 പരിശുദ്ധാത്മാവാണ്. He produces the fruit of the Spirit. And Galatians chapter 5 verses 22 and 23, it is the Holy Spirit that produces the fruits of the Spirit. അപ്പോസ്തലപ്രവൃത്തി 1:8 എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേം യഹൂദയ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. And in Acts chapter 1 verses 8, it says, the one you have received the power, when it comes upon you, you shall become my witnesses in Jerusalem, in Judea and Samaria and the ends of the earth. ബൈബിൾ വെളിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് ദൈവമാണ്. And the Bible that reveals the Holy Spirit, that's God. പരിശുദ്ധാത്മാവാണ് ക്രിസ്തീയ ജീവിതത്തിനും ക്രിസ്തീയ ശുശ്രൂഷയ്ക്കും ആന്തരിക ബലം തരുന്നത്. And it is the Holy Spirit that gives a Christian life, the ministry, the internal strength that is needed. നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ,
And if you have received another gospel which we haven't preached, എനിക്കിനി 1-2 മിനിറ്റ് കൂടെ ഉള്ളൂ. I have very short time in front of ആ me, 2 മിനിറ്റൂടെ ഞാൻ ഈ കടം മേടിക്കുക, അല്ലെങ്കിൽ ഇപ്പൊ തീർന്നു കഴിഞ്ഞു. and my time is already over. I will borrow a couple of minutes. വേറൊരു ക്രിസ്തു, Another Christ, another Jesus, വേറൊരു ആത്മാവ്. another spirit. You have to be careful. You have to be extremely careful. വേറൊരു സുവിശേഷം. A different gospel. ബൈബിൾ വെളിപ്പെടുത്തുന്ന സുവിശേഷം എന്താ? And what is the gospel that the Bible reveals? It is Christ centered, It is Christ centered. cross centered. It is cross centered. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം പാപമാണ്. And the greatest problem of mankind is sin. ഒറ്റ പരിഹാരമേ ഉള്ളൂ. There is only one answer to the problem. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ഒറ്റ നാമം, that is Jesus Christ. There is only one way to be saved under the heaven on the face of this earth. There is only one way that you could be saved, that is through the name of Jesus. പോൾ പറഞ്ഞത് ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. And Paul says that we preach crucified Christ. അന്ന് മുതലേ വേറൊരു സുവിശേഷവും വേറൊരു ക്രിസ്തുവും വേറൊരു ആത്മാവും ഉണ്ട്. And from that day onwards, there was another Jesus, another Christ, another Spirit, and another gospel. ഗലാത്യർ 1:9 വാക്യം. Galatians chapter 1 verses 8 and 9. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാണ്. And verse number 8, it reads that even if we or the angel from heaven would preach to you a gospel contrary to what we have preached, then he is accursed. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ he is cursed. And again, as I've said before, that I say it again now, if a man is preaching to you a gospel contrary to what we have preached, then he is accursed. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുക. I'm going to stop here. ദൈവത്തിന്റെ ദാസന്മാർ ഇങ്ങനെയുള്ള വ്യാജന്മാർക്ക് പുൾപിറ്റ് കൊടുക്കുമ്പോൾ നിങ്ങളും അതിനകത്ത് സപ്പോർട്ട് ചെയ്യുകയാണ്. The servants of God, if they are giving platform to such false preachers, then as people of God, are you supporting them? The bride of Christ matters to him. The bride of Christ matters to him. He is purifying his church. He is purifying his church. ദൈവത്തിന്റെ വചനത്താലാണ് വിശുദ്ധീകരിക്കുന്നത്. And he is purifying the church with the word of God. എന്നിട്ട് തനിക്ക് തന്നെ ഒരു വിശുദ്ധ മണവാട്ടിയായി, ഒരു glorious bride ആയി അനന്തര ഭാവിയിൽ he want to present the church to himself. And he want to present as a glorious, as a pure virgin to himself the church. ചില ഭീകരന്മാരുണ്ട്. There are some very smart people. ഉപദേശമൊക്കെ ഉള്ളിടം വരുമ്പോൾ ആ ചരക്കിറക്കും, അല്ലാത്തടത്ത് പോകുമ്പോൾ വേറൊരാട്ടം. കേട്ടോ? And when it matters about the gospel, they try to use a different kind of a thing. On other places, they use other trickeries. പണ്ട് ഒരു ഉപദേശിയോട് ചോദിച്ചു, എന്താ പ്രസംഗിക്കാൻ പോകുന്നതെന്ന്. And once a person asked the preacher, what are you going to preach? സൂപ്പർ മറുപടിയാ പറഞ്ഞത്. And he gave an excellent answer. ഞാൻ കമ്പോളം കണ്ട ചരക്കിറക്കുന്നെന്ന്. And he says that I look at the market and give what is needed to the people. എങ്ങനുണ്ട്? And how does it sound? ഇതൊക്കെയാ കയ്യിലിരിപ്പ്. And this is what people have in the hand. People of God stand for the truth. People of God stand for the truth. നിങ്ങൾ ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. You will never have to stand ashamed. ഇന്ന് ആളുകൾ നിങ്ങളെ റിജക്റ്റ് ചെയ്യും. Today people might reject you. ഒറ്റപ്പെടുത്തും. People might alienate you. ഇഗ്നോർ ചെയ്യും. People might ignore ഞാൻ you. ഇതെല്ലാം അനുഭവിക്കുന്നുണ്ട്. I have been experiencing this. പക്ഷേ you stand for the truth. But you have to stand for the truth. കാഹളം ധ്വനിക്കുമ്പോൾ കാര്യം വെളിപ്പെടും. And when the trumpet of God, Lord, will be sounded. Shall we stand to our feet, please? Shall we all rise up? ഒരു തീരുമാനം എടുക്കാതെ പോകരുത്. And you should not go back from here having made a decision in your life. ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ we are going to say goodbye to one another. And after a few moments you're going to say goodbye to one another. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, കഴിഞ്ഞ നിങ്ങളുടെ വർഷങ്ങളെ നിങ്ങളൊന്ന് എടുത്താൽ നിങ്ങൾക്ക്
പ്രാഗൽഭ്യമുണ്ടോ പറയാൻ? ഐ സ്റ്റുഡ് ഫോർ ദ ട്രൂത്ത്. ഏത് കാറ്റിലാലും ഞാൻ ചാഞ്ചാടിയില്ല. ഐ വിൽ സ്റ്റേ ഫേം എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? How many of you are, let me ask this question to you, how many of you have the boldness and the confidence to say that I will not be tossed around by every doctrine, but I will stand firm for the truth, the word of God? ക്രിസ്തുവിന്റെ മണവാട്ടിയാണെങ്കിൽ അതിനെ പൊളിയൂട്ടി ചെയ്യുന്ന യാതൊരു കാര്യത്തിലും ഞാൻ കരം കൊടുക്കത്തില്ല. And if I have the bride of Christ, if there's anything that pollutes the church, I will not give hand for it. നിങ്ങൾ എല്ലാരും കൈവെക്കുന്നോണ്ട് പൊക്കരുത്. And don't raise your hand just because others are raising their hands. അടുത്ത ഒരു കള്ളം കൂടെ പറയരുത്. And don't say another lie. പ്രാഗൽഭ്യമുണ്ടോ നെഞ്ചത്ത് കൈവച്ച് പറയാൻ? ഐ സ്റ്റുഡ് ഫോർ ദ ട്രൂത്ത് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് എന്ന് പറയാൻ തന്റെ ഇടമുള്ളവർ നെഞ്ചത്ത് കൈവെക്ക. And those who have the boldness and the confidence who can put their hands on their chest and say, I have stood for the gospel, the truth and the word of God. നെല്ലട മാറരുത്. And you should not be tossed around. ആര് റിജക്ട് ചെയ്താലും, And no matter whoever rejects you, saith the Lord, അതുകൊണ്ട് I stand on the word. and this is what the word says, I stand firm on the word. വേറെ സുവിശേഷമുണ്ട്, That is a different gospel. മറ്റൊരു ക്രിസ്തുവുണ്ട്, That is another Jesus. വേറൊരു ആത്മാവുണ്ട്. That is different spirit. ഇത് കണക്റ്റഡ് ആണ്. And they are all connected. വേറെ സുവിശേഷം പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത് വേറൊരു ക്രിസ്തുവിനെയാണ്. അവിടെ വ്യാപരിക്കുന്നത് വേറെ ഒരു ആത്മാവാണ്. And when a different gospel is spoken, they would receive a different spirit and they would receive a different Jesus. എന്നാൽ ഈ Another പ്രാഗൽഭ്യം Jesus. ഇല്ലാത്തവർക്ക് But those who- ഇവരോട് ചേർന്ന് കരം ഉയർത്തി ഒന്ന് പറയാൻ കഴിയുമോ? മണവാട്ടിയായി ഞാൻ നിൽക്കും. എൻ്റെ ശിഷ്ടായുസ് ഞാനൊരു പ്യൂരിഫൈഡ് ആകുന്ന ഒരു പ്രിപ്പയർഡ് ബ്രൈഡ് ആയിട്ട് ഞാൻ നിൽക്കും. ഗെറ്റ് റെഡി വിത്ത് യുവർ സോങ്. Would you be ready and confident and say with boldness that I will stand as a pure virgin of Christ, the bride of Christ, firm on the word of ഒന്ന് God? കരമുയർത്തി നിങ്ങളുടെ ആ ഒരു തീരുമാനം കർത്താവൊന്ന് കാണട്ടെ. എന്നിട്ട് ചേർന്ന് കരം അടിച്ച് കർത്താവിനെ സ്തുതിച്ച് പാടി മഹത്വപ്പെടുത്തണം. Raise your hands and let God see your decision and clap your hands and give glory to God.